കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ആദ്യം സെൽഫായിട്ട് പ്രിപ്പറേഷൻ ആയിരുന്നു. അതെ, എന്നിട്ടാണ് നമ്മളെ പറ്റി അറിഞ്ഞ് ഇവിടെ അങ്ങ് ചേർന്നത്. എല്ലാവരെയും അവർ ഒരേപോലെ അവർ വിളിക്കുന്നുണ്ട്, ആൻസർ ചെയ്യിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീക്ക് പോയിന്റ് അറിഞ്ഞ് അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പറഞ്ഞ സമയം കൊണ്ട് എല്ലാ ടോപ്പിക്സും അവർ കവർ ചെയ്തു. ഓരോ ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈവൻ നമുക്ക് അറിയില്ലാത്ത ഒരു ഐഡിയ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് വന്നാലും എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണമെന്ന് നമുക്ക് ട്യൂട്ടേഴ്സ് ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ആയപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയി. ആ പേടിയും ടെൻഷനൊക്കെ മാറി നമുക്ക് പഠിക്കാൻ ഒരു റിപ്പീറ്റേഴ്സ് ബാച്ചിൽ എനിക്കൊരു ശരിക്കും ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടഫുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ പോർഷൻ ആണെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ ഓർത്ത് നിൽക്കാൻ രീതിയിലുള്ള ടിപ്സ് ക്ലാസ്സിൽ ഒത്തിരി പറയാമായിരുന്നു. അപ്പം നമ്മളത് മറന്നുപോയി കഴിഞ്ഞാലും ഈ റെക്കോർഡഡ് സെഷനിൽ പോകുമ്പോൾ നമുക്കത് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരുന്നു അല്ലേ? ഈവൻ ലൈവ് ക്ലാസ്സസ് പ്ലസ് റെക്കോർഡഡ് സെഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു നമുക്ക് ഇത് ഓർത്തിരിക്കാൻ. കാരണം ഒരു സിസ്റ്റം കഴിഞ്ഞാൽ അടുത്ത സിസ്റ്റത്തിലോട്ട് പോകുമ്പോഴേക്കും പിന്നെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകുമായിരുന്നു. ഈ ഫാർമക്കോളജി മെഡിക്കേഷൻ സൈഡിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ ഭയങ്കര ടഫായിരുന്നു. അപ്പം നമുക്ക് റെക്കോർഡഡ് സെഷനിൽ പോകുമ്പോൾ പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് ഈസി ആയിരുന്നു. ഞാൻ ഓൾറെഡി എൻ്റെ കാനഡ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അപ്പോൾ NTEXRN എന്ന് പറഞ്ഞിട്ട് വലിയൊരു കടമ്പയാണ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഇനി ഇത് ഇപ്പം എനിക്ക് മീറ്റ് ചെയ്യാനുള്ളത് ഞാൻ മീറ്റ് ചെയ്തു. ഇനി നമ്മൾ കൺസൾട്ടൻസി അവരുടെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. Hello guys, so today I'm so glad to meet one amongst our clients from the repeaters batch, which is none other than Lulu Paul. Hi Lulu, so how do you feel now after seeing the results? എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട് ആദ്യം കണ്ടപ്പോൾ? റിസൾട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, ഭയങ്കര എക്സൈറ്റഡ് ആയി. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. സോ ലുലു എങ്ങനെയാണ് EduN4U പറ്റി അറിഞ്ഞേ? ഞാൻ കാനഡ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൺസൾട്ടൻസിയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും മുന്നേ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇത് ഡിഫറെൻ്റ് ആയി തോന്നാനുള്ള ഒരു കാരണം ലുലുവിന് എന്തായിരിക്കും? കുറേ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ബുക്സ് ഒക്കെ വെച്ചിട്ട് പഠിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് കോച്ചിങ്ങിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു ഞാൻ ഫസ്റ്റ്. ഓക്കെ. അപ്പൊ ആദ്യം സെൽഫായിട്ട് പ്രിപ്പറേഷൻ ആയിരുന്നു. അതെ, എന്നിട്ടാണ് നമ്മളെ പറ്റി അറിഞ്ഞ് ഇവിടെ അങ്ങ് ചേർന്നത്. ഓക്കെ. എന്തുകൊണ്ടായിരിക്കും അപ്പൊ നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ച് ഇത്ര സ്പെഷ്യൽ ആയി തോന്നാനുള്ള കാര്യം ലുലുവിന്? റിപ്പീറ്റേഴ്സ് ബാച്ച് വന്നപ്പോൾ ആദ്യം എനിക്ക് ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്ന്. അപ്പോൾ ആദ്യം ഇങ്ങനെ എനിക്ക് വാട്സപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണോ എന്ന്. അപ്പം ഞാൻ ആദ്യം ഒരു ഇത് ചെയ്തില്ല. പിന്നെ നമുക്ക് NPLEX പാസ്സാവണം എന്നുള്ള ഒരു ഇതിൽ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ജോയിൻ ചെയ്തു. ആദ്യത്തെ 1-2 ക്ലാസ് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം ഫസ്റ്റ് കിട്ടാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഒരു ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ആൻസർ ചെയ്യണ്ടേ, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോ ക്ലാസ്സസ് ഇങ്ങനെ പ്രോഗ്രസ് ആകുന്നതോറും ഓരോ ഐഡിയ കിട്ടി തുടങ്ങി. പിന്നെ റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറയുമ്പം അതിൽ വരുന്ന കുട്ടികൾ അവരിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്കും കിട്ടിയ ഒരു ഐഡിയ എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന്. പിന്നെ നമുക്ക് ട്യൂട്ടേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവർ ഈവൻ എത്ര കുട്ടികളുണ്ടോ ഓൺലൈൻ മീൻസ് ലൈവ് ക്ലാസ്സസുകൾ എല്ലാവരെയും അവർ ഒരേപോലെ വിളിക്കുന്നുണ്ട്, ആൻസർ ചെയ്യിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീക്ക് പോയിന്റ് അറിഞ്ഞ് അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു ഇൻഡിവിജ്വൽ മെന്ററിംഗ് പോലെ ഇൻഡിവിജ്വൽ അറ്റൻഷൻസ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര എന്താ പറയുക സപ്പോർട്ടീവാണ്. അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 80% ഞാൻ ലൈവ് ക്ലാസ്സസ് ആയിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിപ്പോൾ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുമായിരുന്നു നിങ്ങൾക്ക് ഏത് വീക്കെന്ന്. അപ്പോൾ പല കുട്ടികൾക്കും പല ആൻസറുകളാണല്ലോ. എനിക്ക് ഒരു സിസ്റ്റം വീക്കാണെങ്കിൽ വേറൊരു കുട്ടിക്ക് അത് എളുപ്പമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ സമയം കൊണ്ട് എല്ലാ ടോപ്പിക്സും അവർ കവർ ചെയ്തു. പിന്നെ അതിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിനെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് അപ്പോൾ തന്നെ നമ്മൾ ചെയ്തു പോകുമായിരുന്നു. അപ്പം നമുക്ക് എളുപ്പമാണ് വെച്ചാൽ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസിനെ നമ്മൾ, അതായത് NPLEXൻ്റെ എന്ന് വെച്ചാൽ ഒരു സിനാരിയോ ബേസ്ഡ് അല്ലേ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. അപ്പം ആദ്യത്തേന്ന് എനിക്ക് അറിയില്ലായിരുന്നു
നമുക്ക് തിയറി അറിയാം, പക്ഷെ അതെങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് അപ്ലിക്കബിൾ ആകുമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. പിന്നെ ഈ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈവൻ നമുക്ക് അറിയില്ലാത്ത ഒരു ഐഡിയ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് വന്നാലും എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണമെന്ന് നമുക്ക് ട്യൂട്ടേഴ്സ് ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ആയപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയി, ആ പേടിയും ടെൻഷനൊക്കെ മാറി നമുക്ക് പഠിക്കാനൊരു റിപ്പീറ്റേഴ്സ് ബാച്ചിൽ എനിക്കൊരു ശരിക്കും ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ്, റെക്കോർഡഡ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽസ് അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സിസ്റ്റം വൈസാണ് നമുക്ക് എല്ലായിടത്തും തരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പം ഡൗട്ട് വരുമ്പോൾ നമ്മൾ റെക്കോർഡഡ് സെഷനിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഓരോ ഓർമ്മ നിൽക്കും. അപ്പം കുറേ ചെറിയ കുറച്ച് ട്രിക്കുകൾ നമുക്ക് ഓർത്ത് നിൽക്കാൻ പറ്റിയത്. ഇപ്പോൾ ടഫുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ പോർഷൻ ആണെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ ഓർത്ത് നിൽക്കാൻ രീതിയിലുള്ള ടിപ്സ് ക്ലാസ്സിൽ ഒത്തിരി പറയാമായിരുന്നു. അപ്പം നമ്മളത് മറന്നുപോയി കഴിഞ്ഞാലും ഈ റെക്കോർഡഡ് സെഷനിൽ പോകുമ്പോൾ നമുക്കത് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരുന്നു അല്ലേ? അപ്പം നമുക്ക് ഭയങ്കര റെക്കോർഡഡ് ഈവൻ ലൈവ് ക്ലാസ്സസ് പ്ലസ് റെക്കോർഡഡ് സെഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു നമുക്ക് ഇത് ഓർത്തിരിക്കാൻ. കാരണം ഒരു സിസ്റ്റം കഴിഞ്ഞ് അടുത്ത സിസ്റ്റത്തിലോട്ട് പോകുമ്പോഴേക്കും പിന്നെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകുമായിരുന്നു. ഈ ഫാർമക്കോളജി മെഡിക്കേഷൻ സൈഡിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ ഭയങ്കര ടഫായിരുന്നു. അപ്പം നമുക്ക് റെക്കോർഡഡ് സെഷനിൽ പോകുമ്പോൾ പെട്ടെന്ന് നമുക്കത് ഈസി ആയിരുന്നു. അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അത്. ഓക്കെ. അപ്പോൾ ലുലുയുടെ അഭിപ്രായത്തിൽ എൻക്ലെക്സ് എന്ന് പറഞ്ഞൊരു എക്സാം പേടിക്കണോ അതോ ടെൻഷൻ അടിച്ച് എഴുതേണ്ട ഒരു സംഭവമാണോ? ശരിക്കും ഈ പറയുന്ന പോലെ ടെൻഷൻ അടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണോ? എൻക്ലെക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് പേടിയുണ്ട്, ടെൻഷനുണ്ട്. പക്ഷെ നമുക്കതിനൊരു എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. ആദ്യം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം എനിക്ക് അറിയാം, പക്ഷെ എങ്ങനെ ആൻസർ ചെയ്യണം അത് ഒരു കോൺഫിഡൻസ് ഇല്ല, നമുക്ക് ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. കാരണം നമുക്കറിയാം അതിൻ്റെ അകത്ത് സ്കോറിംഗ് ഒക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഉള്ളതൊന്നും കൂടെ മാർക്ക് പോകും. അപ്പോൾ അതൊരു കോൺഫിഡൻസ് ഇല്ല നമുക്ക് ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നീട് നമുക്ക് ഇൻട്രസ്റ്റിംഗ്, അതായത് റിപ്പീറ്റേഴ്സ് ബാച്ച് ഞാൻ വീണ്ടും പറയുകയാണ്, റിപ്പീറ്റേഴ്സ് ബാച്ചിൽ അത് ഭയങ്കര എനിക്കിഷ്ടമായി ആ ക്ലാസ്. അപ്പം നമുക്ക് ആ രീതിയിൽ ക്വസ്റ്റ്യൻസിനെ നമ്മൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പം എനിക്ക് ലാസ്റ്റൊക്കെ ആയപ്പോഴും കുറച്ച് ഈസി ആയി തോന്നി. പക്ഷെ ഒരു എൻക്ലെക്സ് ആണല്ലോ പ്രാക്ടീസ് നമ്മളങ്ങ് സെറ്റാക്കി എടുത്ത് ശരിക്കും അത് നമ്മൾ കുറച്ചൊരു എഫേർട്ടിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ടെൻഷൻ ഉണ്ട്, പക്ഷെ എന്നാലും നമുക്കൊരു റിസൾട്ട് കിട്ടും. പക്ഷെ നമുക്ക് ആരെങ്കിലൊക്കെ ഒരു സപ്പോർട്ടേഴ്സും എല്ലാവരും നമുക്ക് ഒരു കോൺഫിഡൻസ് തരാനുണ്ടെങ്കിൽ ശരിക്കും നമുക്കത് ടെൻഷൻ ഫ്രീ ആയിട്ട് പോയിട്ട് എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം? തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെയുണ്ടായിരുന്നു? തുടക്കത്തിൽ എനിക്ക് ഈ വാട്സപ്പ് മെസ്സേജൊക്കെ ചെയ്യുമ്പം എനിക്കത്ര ഇൻട്രസ്റ്റഡ് ഇല്ല. കാരണം നമുക്ക് ആകെ അറിയില്ലല്ലോ, തുടക്കത്തിൽ അറിയത്തില്ലല്ലോ. പിന്നീട് എപ്പോഴും നമുക്ക് സപ്പോർട്ടീവായിട്ട്, അതായത് നമ്മളാരോ വാച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളാരോ മോണിറ്റർ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജസ് എനിക്ക് എന്തായി, പ്രോഗ്രസ് എന്തായി, നമുക്ക് തന്നിരിക്കുന്ന റെക്കോർഡഡ് ക്ലാസ്സസ് എല്ലാം വീണ്ടും കാണാറുണ്ടോ, പിന്നെ നമുക്കൊരു ലിങ്ക് ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്, അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞ് എപ്പോഴും എനിക്ക് സപ്പോർട്ടീവായിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ശരിക്കും ആരോ ഒരാൾ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മളെവിടെയെങ്കിലും വീക്കായി പോയി കഴിഞ്ഞാൽ നമ്മൾ പുഷ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർ ചെയ്യുന്നുണ്ടെന്ന് നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. നന്നായിട്ട് ഒരാൾ എക്സാം വരെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഒരാൾ എൻ്റെ കൂടെയുള്ള രീതിയിലായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ. അപ്പോൾ ടെൻഷനൊക്കെ അടിച്ച് നമ്മൾ എക്സാം അങ്ങ് തുടങ്ങി, എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നു. ഇപ്പോൾ എല്ലാവരും ഹാപ്പി, വീട്ടുകാരും ഹാപ്പി, ലുലു ഹാപ്പി. നമ്മളിനി ഫ്യൂച്ചറിൽ ആരെങ്കിലും റെഫർ ചെയ്യും? തീർച്ചയായിട്ടും. കാരണം ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, വർക്ക് ചെയ്യുന്നിടത്തെ കുറച്ച് ഫ്രണ്ട്സും എൻക്ലെക്സാറിന് പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ അവർക്കും എൻ്റെ സെയിം ഇത് തന്നെയാണ്, ഒരു ഐഡിയ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവരും വേറെ ഈ സെൽഫ് സ്റ്റഡി ആയിരുന്നു അവർ ചെയ്തിട്ടുള്ളത്. കാരണം വർക്ക് ചെയ്യുന്നത് കൊണ്ട് ആർക്കും തന്നെ സമയമില്ല കോച്ചിങ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ H1 4 വേണ്ടിയിട്ട്
ഞാൻ ഓൾറെഡി അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അവർക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു ഇതായി റിപ്പീറ്റേഴ്സ് ബാച്ച് എന്നൊക്കെ ഒരു സ്പെഷ്യാലിറ്റിയാണ് റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഞാൻ ഓൾറെഡി എൻ്റെ കാനഡ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അപ്പോൾ NCLEX എന്ന് പറഞ്ഞിട്ട് വലിയൊരു കടമ്പയാണ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഇനി ഇത് ഇപ്പം എനിക്ക് മീറ്റ് ചെയ്യാനുള്ളത് ഞാൻ മീറ്റ് ചെയ്തു. ഇനി നമ്മൾ കൺസൾട്ടൻസി അവരുടെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രോസസ്സിങ് നടക്കുന്നു. ഓക്കെ, എനിവേ ഞങ്ങളും ഭയങ്കര സന്തോഷത്തിലാണ് ആ റിസൾട്ട്. അതും റിപ്പീറ്റേഴ്സ് ബാച്ചിൽ നമ്മുടെ ഒരു ക്ലയൻറ്റിന് അത് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം. ആൻഡ് വി ഹാവ് സംതിങ് ഫോർ യു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു.